അപ്പം ഇത് പാതിരാ നാടകമാണ് എന്ന പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായം 2 പ്രാവശ്യം അടിവരയിട്ട് പോലീസ് ഇല്ലേ? എന്താ അവിടെ നടന്നത്? ഇവിടെ പെട്ടിയുമായിട്ട് അവിടെ വന്നിട്ടുണ്ട്. ഇത് CPM-കാർ, BJP-കാർ, കോൺഗ്രസ്സുകാർ, മാധ്യമപ്രവർത്തകർ എല്ലാം താമസിക്കുന്നൊരു ഹോട്ടലിൽ, CCTV ഉള്ള ഹോട്ടലിൽ സ്ഥാനാർത്ഥി പെട്ടിയുമായി വന്നു എന്ന് പറഞ്ഞൊരു പ്രചരണം ഉണ്ടാക്കി. രാത്രി 12:30 മണിക്ക് 2 വനിതാ കോൺഗ്രസ് നേതാക്കന്മാരുടെ മുറിയിൽ മാത്രം റെയ്ഡ് നടത്തി. ഈ പാതിരാ നാടകം നടത്തിയ മന്ത്രി MB രാജേഷും അളിയനും കൂടി നടത്തിയെന്ന് ഞാൻ പറഞ്ഞു. 2 പേരും കൂടി നടത്തിയത്. ജനങ്ങളോട് മാപ്പ് പറയണം, അവരോട് 2 പേരോട് മാപ്പ് പറയണം. രാത്രി 12:30-ക്കാണ് അവരുടെ മുറിയിൽ ഒരു വനിതാ പോലീസുകാർ ഇല്ലാതെ, സെർച്ച് വാറണ്ട് ഇല്ലാതെ ഈ വൃത്തികേട് കാണിച്ചത്. അല്ലാതെ അവിടെ പണം ഉണ്ടായെന്ന് ആരെങ്കിലും വിശ്വസിച്ചു? പാതിരാ നാടകം. 6 കാര്യങ്ങൾ അവർക്ക് എതിരായി തിരിച്ചു വന്നു. 1 കത്ത് നാടകം, 1 പാതിരാ നാടകം, 3 പെട്ടി നാടകം, പിന്നെ സ്പിരിറ്റ് നാടകം, പിന്നെ പരസ്യ നാടകം ഇല്ലേ, പിന്നെ സന്ദീപ് വാര്യരെ സംബന്ധിച്ച വിവാദം. 6 കാര്യങ്ങൾ CPM ഉണ്ടാക്കി. BJP-ക്കെതിരെയല്ല, കോൺഗ്രസിനെതിരെ. 3-ാം സ്ഥാനം ഉറപ്പിച്ചിട്ട് കോൺഗ്രസിനെ തോപ്പിച്ച് BJP ജയിപ്പിക്കാനുള്ള അന്തരീക്ഷമാണ് അവരവിടെ ഉണ്ടാക്കിയത്. അത് ഞാൻ പറഞ്ഞത് ശരിയായില്ലേ? അപ്പോൾ ഇതെല്ലാം ഇതിന് ഉത്തരവാദികളായ ആൾ മന്ത്രി MB രാജേഷാണ് അതിൻ്റെ ഉത്തരവാദി. അദ്ദേഹത്തിൻ്റെ അളിയനെതിരെ നടപടി എടുക്കാൻ പറ്റില്ല. മന്ത്രി മാപ്പ് പറയണം, പൊതുസമൂഹം, CPM-ഉം മാപ്പ് പറയണം.